പക്ഷേ മലയാള സിനിമ നിരൂപകർ ഇപ്പോഴും എയറിലാണ്. എയറിലെന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് എയറിലാണ് ഇവന്മാർ. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മലയാള സിനിമ 1000 കോടി ക്ലബിലോട്ട് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആടുജീവിതം വന്നു, ആവേശം വന്നു, അതുപോലെ പല പല വർഷങ്ങൾക്ക് ശേഷം വന്നു പല പല സിനിമകൾ. പ്രേമല് വന്നു, മഞ്ഞുമൽ ബോയ്സ് വന്നു. അതിഭീകരമായിട്ടുള്ള ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ മേഖല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ നിരൂപകർക്ക് മേലായിരുന്നു ആദ്യം ഈ സിനിമയുടെ സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ചാർത്തിക്കൊണ്ടിരുന്നത്. കാരണം ഇവർ നിരൂപണം ചെയ്യുന്നത് കൊണ്ടാണ് മലയാള സിനിമ രക്ഷപ്പെടാതെ പോകുന്നതെന്ന് പറഞ്ഞു. ബേസിക്കലി ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ആർക്കും ഈ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് മണ്ടനും അഭിപ്രായം പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. 19 ആർട്ടിക്കിൾ 19A അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമുക്ക്. അപ്പൊ ഡെമോക്രസിയാണ്. അതെ അതെ, ആ അഭിപ്രായം പറയുന്നതിൽ ഏറ്റവും വലിയ കിങ് ആണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇത് അജണ്ട വെച്ച് സംസാരിക്കില്ല കേട്ടോ. ഞാൻ ഇപ്പോഴേ പറയാം, നമ്മൾ അജണ്ട വെച്ച് സംസാരിക്കില്ല. നമ്മൾ നല്ലതിനെ നല്ലതെന്ന് പറയണം, മോശം കാര്യങ്ങളെ മോശമെന്ന് തന്നെ പറയണം. അശ്വന്ത് കോക്കിന്റെ നിരൂപണം ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ അശ്വന്ത് കോക്കിന്റെ നിരൂപണം നടത്താം. അൺപാർലമെന്ററി അല്ലാത്ത, ഒഫൻസീവ് അല്ലാത്ത, സർക്കാസ്റ്റിക് ആയിട്ട് അശ്വന്ത് കോക്കിന് നിരൂപണം നടത്താം. അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ അജണ്ട വെച്ച് നിരൂപണം നടത്തണമെങ്കിൽ അങ്ങനെയും നടത്താം പുള്ളിക്ക്. അതിലും യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ അജണ്ടയാണെന്ന് നാട്ടുകാർ അറിയരുത്. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഏത് കോടതി വിചാരിച്ചാലും ഈ ജനാധിപത്യ രാജ്യത്ത് നീ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണ്ട എന്ന് പറയാനായിട്ട് ആർക്കും സാധിക്കില്ല. പക്ഷേ അശ്വന്ത് കോക്കിനെ പൂട്ടി, അടപടലം പൂട്ടി. അശ്വന്ത് കോക്ക് എയറിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രൊഡ്യൂസർ സിയാദ് കോക്കറിന്റെ ഒരു സിനിമ അശ്വന്ത് കോക്ക് വാരി വലിച്ചുടുത്തു എന്ന് ഞാൻ പറയുന്നത് കുറച്ച് എക്സാജറേഷൻ വരും. കാരണം അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം അശ്വന്ത് കോക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞതാണ്. പക്ഷെ സിയാദ് കോക്കർ ഇപ്പൊ പറയുന്നത് എവനെ ഞാൻ ഓടിച്ചിട്ട് അടിക്കുമെന്നാണ്. കോടതി ഇടപെട്ടില്ലെങ്കിൽ അശ്വന്ത് കോക്കിനെ ഞാൻ ഓടിച്ചിട്ട് തല്ലും. അശ്വന്ത് കോക്ക് ചരിത്രത്തിൽ ആദ്യമായി അശ്വന്ത് കോക്കിന്റെ വീഡിയോ മുക്കി കണ്ടം വഴി ഓടി. അശ്വന്ത് കോക്ക് കണ്ടം വഴി ഓടി. ശ്യാമിന് എന്താ തോന്നുന്നത്? ഈ റിവ്യൂവേഴ്സ് ഒരു വലിയ പ്രശ്നമാണോ നമ്മുടെ മലയാള സിനിമയിൽ? ഒരു വലിയ ഇൻഡസ്ട്രി അല്ലേ ധനുഷ്? വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇവിടുത്തെ കേരളത്തിലെ തിയേറ്ററുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന എത്ര തിയേറ്ററുകളാണ് ഇപ്പോൾ ഓഡിറ്റോറിയങ്ങളായി മാറിയെന്നറിയോ? ഇത് പലതും ഓഡിറ്റോറിയങ്ങളായി മാറി. ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയെ തകർക്കാൻ ഒട്ടും ശരിയല്ല ചെയ്യുന്നത്. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു ഇൻഡസ്ട്രി തകരും. എങ്ങനെ എന്തെല്ലാം തകരും? മെയ് 10-ാം തീയതിയാണ് ഈ പടം ഇറങ്ങുന്നതെന്നാണ് എന്റെ ഓർമ്മ. മെയ് 10-നാണ് ഈ പടം. ആ പടത്തിനെ മാറ്റി നിർത്തും. നമുക്കിത് ജനറൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കാം. ഒരു പടം ഇറങ്ങുന്നു, ആ പടത്തിനെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നു, ഞാൻ പറയുന്നു ഈ പടം കൊള്ളില്ല, അല്ലെങ്കിൽ ഈ പടം കൊള്ളാം. ഇതിൽ എന്താണ് തെറ്റ്? ധനുഷ്, ഇത് സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ സമയമല്ല. ഞാൻ ഇവിടെ ഇരുന്ന് ധനുഷിനോട് സംസാരിക്കുന്നത് പോലെ അല്ല. ഒരു സോഷ്യൽ മീഡിയ അശ്വന്ത് കോക്കിനെ പോലെയുള്ള ഒരാൾ, ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ, നമുക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ കണ്ടെന്നിരിക്കും, FB-ലൊക്കെ ഷെയർ ചെയ്ത് വരും. എത്ര ആയിരം പേര് ഇദ്ദേഹത്തെ കാണുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രി അത് കുറച്ച് ഒന്നുകിൽ ഇവർ പറയുന്നത് പോലെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷേ ഒരു ഇൻഡസ്ട്രി അടപടലം തകർത്ത് കളയുന്ന രീതിയിൽ ഉള്ള സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അടപടലോ ഒരു സിനിമയെ അങ്ങ് നശിപ്പിച്ച് കളയുക, അതിനെ പിച്ച് ചീന്തുക, അഭിപ്രായം പറയുമ്പോൾ എന്തിനൊരു ഇന്റൻസിറ്റി. ഇതേ കാര്യങ്ങൾ പണ്ട് മാധ്യമങ്ങൾ ചെയ്തിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതേ കാര്യങ്ങൾ നിങ്ങൾ ഞായറാഴ്ചകളിൽ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകൾ ഞാനയിൽ എഴുതിയിരുന്നു. ഇതിനെക്കാട്ടിലും വൃത്തികെട്ട രീതിയിൽ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പല സിനിമകളെയും പല ആൾക്കാരും സമീപിച്ചുകൊണ്ടിരുന്നത്. എത്ര പേര് കണ്ടിരുന്നു അതൊക്കെ? അശ്വന്ത് കോക്കിന്റെ വ്യൂവേഴ്സ് ചെറുതൊന്നും അല്ല ധനുഷേ. അശ്വന്ത് കോക്കിനെ വളർത്തി ആരാ വളർത്തി വിട്ടത്? അതൊരു ചോദ്യമല്ലേ? വളർത്തി വിട്ടതാരാണ്? ഒരാളെ സിനിമയെ കുറിച്ച് മോശം പറയുന്നു. അശ്വന്ത് കോക്കിനെതിരെ ഇവിടെയുള്ള പല സംവിധായകരും, ഒരു പ്രശസ്ത സിനിമാ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, മുമ്പ് പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ നിരന്തരം അശ്വന്ത് കോക്കിനെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അശ്വന്ത് കോക്ക്. പക്ഷേ അശ്വന്ത് കോക്കിനെതിരെ എന്തിനാണ് ഇവർ ഇത്രയും വലിയ ഒരു വലിയ രീതിയിലുള്ള ഒരു വലിയ എതിരാളിയായിട്ട് കാണുന്നത്? എന്താണ്? നല്ല സിനിമയാണെങ്കിൽ ഓടും, മോശം സിനിമയാണെങ്കിൽ തകർന്നു പോകും. അത് പ്രകൃതി നിയമമാണ്. ഇത് വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് അശ്വന്ത് കോക്ക്. ഇല്ലാന്ന് ആർക്ക് പറയാൻ പറ്റും? വയ്യ പട്ടം കൊടുക്കുകയാണ്. വയ്യ, ഇന്ന ആൾക്ക് വയ്യ എന്നങ്ങ് പറയുക. ഇദ്ദേഹത്തിനും വയ്യ. ഇദ്ദേഹത്തിനൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്താണ്? അത് നമ്മൾ പറയാറില്ലേ? ഞാൻ ഷാമു ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ പറയാറില്ലേ? നമ്മൾ പറയും മമ്മൂട്ടിക്ക് വയ്യ, അല്ലെങ്കിൽ മോഹൻലാൽ. സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അത് ധനുഷും ശ്യാം. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാടാണ്. അത് നമ്മൾ ആലോചിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാടാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാട് തന്നെയാണ്. അല്ലാന്ന് ഞാനും പറയുന്നില്ല. ഞാനും
ശ്യാമും ധനുഷും അത് നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇവിടുത്തെ ചില ചാനലുകളെക്കാൾ വ്യൂവേഴ്സ് ഉണ്ടെന്ന് ഈ അശ്വന്ത് ഗോക്കിന്. ചില ചാനലുകളെക്കാൾ വ്യൂവേഴ്സ് ഉണ്ട്. ചില സിനിമകൾ ആൾക്കാർ കാണുന്ന സിനിമകളെക്കാൾ ആ അശ്വന്ത് ഗോക്കിന്റെ നിരൂപണം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയെ പിച്ച് ചീന്തുക, അതിനെ റേപ്പ് ചെയ്യാണ്, അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും ഒരു നിരൂപണം എന്നൊന്നും പറയാൻ പറ്റില്ല. നിരൂപണം എത്രയോ പേരുടെ നിരൂപണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ ആളുകളുടെ നിരൂപണം. എനിക്ക് ചില സമയത്തൊക്കെ ചില ഈ നിരൂപണം പറയുന്ന റിവ്യൂവേഴ്സിന്റെ ചിലരുടെയൊക്കെ വളരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദന്റെ സിനിമയെ കുറിച്ച് സംസാരിക്കില്ല, നല്ല സിനിമയാണെങ്കിൽ. ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ചില സിനിമകളെ കുറിച്ച് അത്തരത്തിലുള്ള പ്രശ്നം അശ്വന്ത് ഗോക്കിനും ഉണ്ട്. കാരണം ഉണ്ണി മുകുന്ദന്റെ മേപ്പടിയാൻ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങിയപ്പോ അശ്വന്ത് ഗോക്ക് അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മേപ്പടിയാൻ നല്ലൊരു സിനിമയായിരുന്നു. ഇവിടെ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റുകാർ പോലും മേപ്പടിയാൻ കണ്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അശ്വന്ത് ഗോക്ക് അന്ന് പറഞ്ഞ ഒരു വിഷയം അത് ഞാൻ ശ്രദ്ധിച്ചു. അത് വളരെ ബോധപൂർവ്വമാണ് അശ്വന്ത് ഗോക്ക് പറഞ്ഞത്. കാരണം പുള്ളിക്ക് പുള്ളിയുടേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയം ഇപ്പൊ എത്രയൊക്കെ മറച്ചു വെച്ചാലും ചിലപ്പോൾ ഉള്ളിലുള്ള ഫ്രോഡുകൾ പുറത്തു വരുമെന്ന് പറയുന്ന പോലെ ആ രാഷ്ട്രീയം പുറത്തു വന്നൊരു സമയമായിരുന്നു അശ്വന്ത് ഗോക്കിന്. മേപ്പടിയാനെ കുറിച്ച് പറഞ്ഞ പുള്ളി പറഞ്ഞത് മേപ്പടിയാനിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു നായകൻ, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഹാജിയാരാണ് അതിൽ വില്ലൻ. അപ്പൊ നോട്ട് ദ പോയിന്റ് മുസ്ലിം എന്ന് അശ്വന്ത് ഗോക്ക് എടുത്തു പറയുന്നുണ്ടായിരുന്നു മേപ്പടിയാൻ. പക്ഷെ അത് ഏൽക്കാതെ പോയി. അതിന് ഞാൻ പറയാനുള്ള കാരണം ഞാൻ കണ്ടു മേപ്പടിയാൻ കണ്ടു. ആ സിനിമ ഹിറ്റായി. കാരണം അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ആയിട്ടില്ല. ആ സിനിമ ഹിറ്റായി. മമ്മൂട്ടിയുടെ ഭീഷ്മപർവ്വം അശ്വന്ത് ഗോക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ സിനിമയാണ്. പക്ഷെ അത് ഹിറ്റായി. ഇവിടെ അശ്വന്ത് ഗോക്ക് കൊള്ളില്ല എന്ന് പറയുന്ന പല സിനിമകളും വമ്പ ഹിറ്റാണ്. അതേസമയം അശ്വന്ത് ഗോക്ക് കൊള്ളാമെന്ന് പറയുന്ന പല സിനിമകളും പൊട്ടിപ്പാളീസാവുന്നുണ്ട്. എല്ലാം അങ്ങനല്ല ധനുഷേ. ചില സിനിമകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം പ്രശ്നമാണ്. ചില സിനിമകൾ ബാധിക്കുന്നുണ്ട്. ഞാൻ എത്രയോ സിനിമകൾ ഇദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടിട്ട് കാണാൻ പോകാതിരുന്നിട്ടുണ്ട്. പിന്നീട് ആ സിനിമകൾ ഈ OTT-യിലൊക്കെ വന്ന് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വിലയിരുത്തിയത്. അശ്വന്ത് ഗോക്ക് വളരെ മനോഹരം. ഇത്ര ഇത് മലയാള സിനിമയുടെ എന്തോ വലിയ ഇതാ പുതിയൊരു താരോദയം എന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. ഞാനത് പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് പകുതിയായപ്പോൾ എനിക്ക് ഇറങ്ങി വരാൻ തോന്നി. കാര്യമായിട്ട് പകുതിയായപ്പോൾ പിന്നെ ഞാൻ മേടിച്ചു വെച്ചിരുന്ന ഈ പോപ്കോൺ ഉണ്ടല്ലോ, അത് തീർന്നില്ല. ഞാൻ വിചാരിച്ചത് തിന്ന് തീർക്കാമെങ്കിൽ ഇത് കുത്തിയിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നല്ല തണുപ്പുണ്ട്, AC ഉണ്ട് അതിനകത്ത്. ഞാനതുകൊണ്ട് അതുകൊണ്ട് മാത്രം അവിടെ സിനിമ റിവ്യൂസ് അടിമേടിക്കും. ഈ കയ്യിരിപ്പ് ശരിയല്ല. വിരുദ്ധതയില്ലേ? അടി കൊടുക്കും എന്നൊക്കെ അതും പരസ്യമായിട്ട് കാശിറക്കിയോനല്ലേ ധനുഷേ, കാശിറക്കിയോനല്ല മനസ്സിലാവുകയുള്ളൂ. കാശിറക്കി ഞാനിപ്പം ഒരു വണ്ടി വാങ്ങി അവിടെ റോഡിൽ കൊണ്ടിട്ടെടുത്ത് അവര് തന്നെ വന്ന് കല്ലെറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ അവനെ വെറുതെ വിടൂ? അവന് 2 എണ്ണം പൊട്ടിക്കണമെന്ന് എനിക്കും തോന്നില്ലേ? മനുഷ്യൻ എത്രയാണെങ്കിലും അടിസ്ഥാനപരമായ ഒരു ക്രിമിനലാണ്. നമ്മുടെ എല്ലാവരും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. മനുഷ്യനൊരു വികാര ജീവിയാണെന്ന് പറയാൻ ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു കുറ്റവാളി ഉണ്ടാകുമല്ലോ. പിന്നെ അവർ ലക്ഷങ്ങൾ ഇറക്കുന്നില്ല, കോടികൾ ഇറക്കുന്നില്ലേ, അവരുടെ ഒരു ഉൽപ്പന്നത്തെ പിച്ച് ചീന്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സഹിക്കുമോ? അയാളുടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വാക്ക് ഇച്ചിരി തീവ്രത കൂടിപ്പോയി. എങ്കിലും ഇത് ചെയ്യുന്ന ശരിയല്ല. ഇവന്മാർക്ക് അജണ്ടയുണ്ട്. സിനിമാക്കാർക്ക് എന്താണ് അശ്വന്ത് ഗോക്കിനോട് ഉള്ള ഇത്ര ഈ അജണ്ടയാണ്? അജണ്ടയല്ല ഞാൻ ചോദിക്കുന്നത്. പല സിനിമാക്കാരും പറയുന്നത് അശ്വന്ത് ഗോക്കിന്റെ സംസാരം കളിയാക്കുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നതെന്നാണ്. എന്താ ഞാൻ പറഞ്ഞില്ലേ, വയ്യാപ്പട്ടം. ഇയാൾ ഈ വയ്യ ഉപയോഗിച്ച് ഇപ്പൊ വയ്യാപ്പട്ടം എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട് ആൾക്കാർ. വയ്യാപ്പട്ടം വന്നു കഴിഞ്ഞു. ചില നായകന്മാർ ചിലരുടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചിലപ്പം നമുക്കാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഈ ഓഫീസിൽ വന്നിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഇല്ലല്ലോ. നമുക്കും പേഴ്സണലി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമ്മുടെ ഒരു മൂഡ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചില സിനിമകളിൽ നന്നായി അഭിനയിക്കാൻ ചിലർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജിനെ, വ്യക്തിയെ, ഈ ഒരു ഇൻഡിവിജ്വലിനെ, എന്താ പറയാ, അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഈ മോഹൻലാലിനെ കുറിച്ചൊക്കെ അശ്വന്ത് ഗോക്ക് പറയുന്നത്, ഞാൻ ലാലിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. ലാലേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും കാണാൻ ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തെ ചുമ്മാ ഇങ്ങനെ തിയേറ്ററിൽ പോയി സ്ക്രീനിൽ എനിക്ക് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് കഥയൊന്നും വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ആസ് എ ഫാൻ. അതെ. പക്ഷേ ഞാനൊരു മോഹൻലാൽ ഫാൻ അല്ല എന്ന് ശ്യാമ സങ്കല്പിക്കുക. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെ എമ്പുരാന് ശേഷമുള്ള ഏത് സിനിമയാണ് ശ്യാമ നല്ലൊരു സിനിമ ഉള്ളത്? അദ്ദേഹത്തെ അജണ്ട വെച്ച് തകർക്കുന്നുണ്ട് ഇവിടെ. എമ്പുരാന് ശേഷം ഒരു നേര് വന്നു. ആ നേരും ദൃശ്യത്തിന്റെ ലെവലൊന്നും ഇല്ലായിരുന്നു 100%. ആ നേരും അതും ഇല്ലായിരുന്നു. മോഹൻലാലിന്റെ ഏത് സിനിമയാണ് നല്ല സിനിമയുള്ളത്? അദ്ദേഹം ഈ സെലക്ട് ചെയ്യുന്ന സിനിമകളുടെ പ്രശ്നമാണ്. സെലക്ട് ചെയ്യുന്ന അങ്ങനെ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ മോഹൻലാലിന്റെ സിനിമ മോശമാണ്, അദ്ദേഹം ഈ അമ്മാവൻ സെറ്റപ്പിൽ നിന്ന് മാറണം എന്നാണ് അശ്വന്ത് ഗോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, വ്യക്തിപരമായ അദ്ദേഹത്തെ പരാമർശിക്കും.
വ്യക്തിപരമായ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പൊതു സ്വത്താണ്. ഇപ്പൊ ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ഡിസ്കഷനിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഒരു റിവ്യൂ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്താണ് മോഹൻലാലിനെ എൻ്റെ അമ്മാവനായിട്ടോ അങ്കിളായിട്ടോ ഒന്നും കാണാൻ പോകുന്നില്ല. മോഹൻലാലിനെ ഞാൻ മോഹൻലാൽ എന്ന് തന്നെ പറയും. അദ്ദേഹം എന്നെക്കാട്ടിലും പ്രായത്തിൽ എത്രയോ മൂത്ത ഒരാളാണ്. അല്ലെങ്കിൽ ഞാൻ ലാൽ സാറെന്ന് പോലും പറയാൻ പോകുന്നില്ല. മോഹൻലാൽ ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറയുമ്പോൾ വ്യക്തിപരമാകുന്നു എന്ന് പറയുന്നത് എന്ത് ഒരു അടിസ്ഥാനരഹിതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധനുഷിന് ആ ഒരു നിലപാടായിരിക്കും. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഒട്ടനവധി ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. ഈ പ്രായമുള്ളവര്, അമ്മൂമ്മമാര് ഒരു ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മൂമ്മമാര് ഒരു ലാലേട്ടൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു അവരുടെ മുന്നിലേക്കാണ് ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ എത്തുന്നത്. ഇതാണ് ഇദ്ദേഹത്തിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. നല്ല റിവ്യൂ, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് റിവ്യൂ പറയുന്നവരും ഉണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് റിവ്യൂ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അജണ്ടയുണ്ട്. സ്റ്റാൻഡേർഡ് റിവ്യൂ എന്താ? ഷാമിന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് സ്റ്റാൻഡേർഡ് റിവ്യൂ? ഞാനൊരു സിനിമ കണ്ടു, ഞാനിപ്പോൾ അവസാനം കണ്ടു. സ്റ്റാൻഡേർഡ് റിവ്യൂ പറയുമ്പോൾ നമ്മൾ റിവ്യൂ പറയുന്ന ഒരാൾ ഒരുപാട് പുസ്തകം വായിച്ചിരിക്കണം, സിനിമ പഠിച്ചിരിക്കണം, ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഈ നാട്ടിൽ റിവ്യൂ പറയാൻ പറ്റില്ലേ? ഇതിന്റെ പാനിങ് ഷോട്ട് ശരിയല്ലേ, അത് മറ്റേ എന്താ പറയാ ഫോക്കസ് ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയല്ല, ഇങ്ങനെ പറയുന്നതല്ല. നമ്മുടെ കാര്യം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞപ്പോ ലാലേട്ടൻ കയറിപ്പോയി. ലാലേട്ടൻ എന്താ പറഞ്ഞ? ലാലേട്ടൻ പറയുന്നത് ഇവിടെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഈ റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് എഡിറ്റിംഗ് അറിയില്ല, അഭിനയിക്കാൻ അറിയില്ല. ഈ സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ചില പരാമർശങ്ങളൊക്കെ വരും. അതൊക്കെ ചില സമയത്ത് ചിലരുടെ വായിൽ നിന്ന്, നമ്മുടെ വായിൽ നിന്ന് ചിലപ്പോൾ ചില പരാമർശങ്ങളൊക്കെ വന്നിരിക്കും. അതൊക്കെ അത് ആ രീതിയിൽ കാണുന്നതേ ഉള്ളൂ. ഇതങ്ങനെ ഞാൻ പറയാം, ആ ലെവലിൽ നിന്ന് നിരൂപണം പറയണമെന്നല്ല പറയുന്നത്. കുറച്ചുകൂടെ ഒന്ന് നമുക്ക് എന്താ പറയാ, കുറച്ച് മനോഹരമാക്കുക. ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഒരു വ്യക്തിയെ ആക്ഷേപിച്ച് സംസാരിക്കുന്നതോടൊന്നും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ വളരെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആക്കണമെന്നല്ല, സിനിമ കൊള്ളില്ല എന്ന് തന്നെ പറയണം. സിനിമ കൊള്ളില്ല, എനിക്ക് ഈ സിനിമയിലെ കഥ ശരിയായില്ല, അല്ലെങ്കിൽ അതിലെ മറ്റെന്തെങ്കിലും ഭാഗങ്ങൾ, ഇതിൽ പാട്ട് ശരിയായില്ല, അനാവശ്യമായ പാട്ടുകൾ കൊണ്ടിട്ടു, കണക്റ്റിംഗ് അല്ലാത്ത പാട്ടുകൾ കൊണ്ടിട്ടു, അങ്ങനെ ഈ കഥ അല്ലെങ്കിൽ കോപ്പി അടിച്ചുകൊണ്ട് വന്ന കഥയാണിത്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല. അശ്വന്ത് കോക്ക് പറയുന്ന ലെവൽ വേറെയാണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ അശ്വന്ത് കോക്ക് സിനിമ നിരൂപണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു വലിയ വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ട ഒരു കോമഡി സ്കിറ്റിൽ ഒരു ക്ലിപ്പാണ്. അതായത് ഒരാൾ ഉഴുന്നുവട കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ഷാമിനറിയായിരിക്കും. ഉഴുന്നുവട കഴിക്കാനായിട്ട് പോകുന്നു. ഉഴുന്നുവട കൊള്ളില്ല. ഇയാൾ പുറത്തു നിന്ന് നാട്ടുകാരോട് പറയാണ് ഈ ഉഴുന്നുവട കൊള്ളില്ല എന്ന് പറയാണ്. അപ്പം വേറൊരാൾ വന്ന് പറയാണ് നിങ്ങൾ എന്തിനാണ് ഈ ഉഴുന്നുവട കൊള്ളില്ല എന്ന് പറയുന്നത്? ഈ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ബംഗാളി രാവിലെ 4 മണിക്ക് എണീക്കും, അവന് മാസം ശമ്പളം കിട്ടണം, അവന് ഉഴുന്നും പൊടിക്കാനായിട്ട് ആട്ടാനായിട്ട് പല സ്ഥലങ്ങളിൽ പോകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അൾട്ടിമേറ്റ് ആയിട്ട് പ്രേക്ഷകന് മുന്നിലേക്ക് വെക്കുന്ന ഈ സാധനം സ്ക്രീനിൽ എന്താണ് തെളിയുന്നത് അത് മാത്രം പ്രേക്ഷകനെ അറിഞ്ഞാൽ മതി. അതിന്റെ പിന്നിലുള്ള അധ്വാനം, കാര്യങ്ങൾ, അതൊന്നും പ്രേക്ഷകനെ അറിയേണ്ട ആവശ്യം. ഇപ്പോൾ പ്രേക്ഷകന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ലോകേഷ് കനകരാജിനെ പോലെയുള്ള സിനിമാ സംവിധായകന്മാർ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഞാൻ എയിം ചെയ്യുന്നത് ഈ കൂലിപ്പണിക്ക് പോകുന്ന ജനങ്ങളുണ്ടല്ലോ, ഈ ഓട്ടോ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, അങ്ങനെയുള്ള ആൾക്കാർ, ഇവർ എന്റർടൈൻഡ് ആവാനായിട്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ വരുന്നത്. 150 രൂപ അജണ്ട വെക്കുന്നതിനെ കുറിച്ചാണ് ധനുഷ് ഞാൻ പറയുന്നത്. ലോകേഷ് കനകരാജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാനഗരം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമ അജണ്ട വെച്ച് പൊളിക്കുക. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണ്. അജണ്ട വെച്ച് പൊളിച്ചു ആ പടത്തെ. 10 പേര് പോലും കണ്ടില്ല. പക്ഷെ ആ പടം ഒന്ന് കണ്ടുപോക്ക്. അടിപൊളി സിനിമ, ഗംഭീര സിനിമയാണത്, ഗംഭീര മൂവിയാണ്. ഇതിനെ അജണ്ട വെച്ച് നശിപ്പിച്ചു കളഞ്ഞാണ്. ആ 10 പേര് കയറാൻ പറ്റാത്ത ഒരു പുതിയ സംവിധായകൻ വരുന്നു, ഒരു ഇൻഡസ്ട്രി വരുന്നു, കുറച്ച് ആക്ടേഴ്സ് വരുന്നു. ഇതൊന്നും അംഗീകരിക്കാത്ത തമിഴ്നാട്ടിൽ ഈ പടത്തെ പൊളിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. എനിക്ക് തോന്നുന്നു കൈദിയേക്കാൾ ഗംഭീര പടമാണ് മാനഗരം. അടിപൊളി സിനിമ, ഗംഭീര സിനിമയാണ്. അത് കണ്ടു. ലോകേഷ് കനകരാജിന്റെ മാസ്റ്റർ പീസ് ആണ്. അതാണ് പറഞ്ഞത്, മാനഗരം. അങ്ങനെ ഇങ്ങനെയുള്ള സിനിമകൾ നശിപ്പിക്കുന്നു. പുതിയ ഒരാൾ വരുമ്പോൾ അയാളെ വളരെ എന്തുകൊണ്ടാണ് ഈ അശ്വന്ത് കോക്കിന് തടയിടാൻ സർക്കാരിന് പറ്റാതെ? ഇയാളൊരു അധ്യാപകനല്ലേ, എന്തുകൊണ്ടാണ് തടയിടാൻ പറ്റാത്ത? നമ്മുടെ ശിവൻകുട്ടി വിചാരിച്ചാൽ ഈസി ആയിട്ട് അടിസ്ഥാനപരമായി അത് അദ്ദേഹം ഇവരോടൊക്കെ ചേർന്നിരിക്കുന്ന ആളാണ്. ഇവിടെ വളരെ മാന്യമായ അല്ല മറ്റേ വേറൊരു കക്ഷിക്കാരനുണ്ടല്ലോ, ഇവരുമായി ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ പിടിക്കപ്പെടാതെ പോകുന്നത്. ചെകുത്താൻ ഇവരുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവരുമായി ചേർന്ന് നിൽക്കാതായിരുന്നെങ്കിൽ എപ്പോഴേ പൂട്ടിയേനെന്നറിയാമോ? സംഘിച്ചാപ്പയും കൊടുത്തേനെ. എപ്പോഴും ആടോടെല്ലാം പൂട്ടിയേനെ. ഇവരുമായി ചേർന്നാണ് പുള്ളി മുന്നോട്ട് വെക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.